ഭാരതാംബ ചിത്ര വിവാദത്തിൽ സംസ്ഥാന വ്യാപകമായി ഗവർണർക്കും RSSനുമെതിരെ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് SFI പ്രതിഷേധം കേരള സർവകലാശാലയെ പ്രക്ഷുബ്ധമാക്കി. പ്രവർത്തകർ VCയുടെ ചേംബറിന് സമീപം വരെ എത്തി. സംഘർഷത്തിനിടെ SFIക്ക് പിന്തുണയുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സർവകലാശാലയിലെത്തി. VCയെ ഇനി സർവകലാശാലയുടെ പടികയറ്റില്ലെന്ന് SFI നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. സംഘർഷ സമയത്ത് VCയുടെ ചുമതലയിലുള്ള സിസ തോമസ് സർവകലാശാലയിൽ ഉണ്ടായിരുന്നില്ല. അധികം ജലപീരങ്കി പ്രയോഗം വേണ്ടി വന്നില്ല. ബാരിക്കേഡിന് മുന്നിലും പിന്നിലും നിന്ന പോലീസിനെ കാഴ്ചക്കാരാക്കി പ്രവർത്തകർ സർവകലാശാലയ്ക്കകത്തേക്ക്. പ്രധാന കവാടം തള്ളി തുറന്ന് അകത്ത് കയറാനുള്ള ശ്രമം. പോലീസ് തടഞ്ഞതോടെ ഏതു വിധേനയും ഏത് വഴിയിലൂടെയും അകത്ത് കയറാനുള്ള പെടാപ്പാട്. അപ്പോഴേക്കും മറുവശത്ത് പ്രധാന കവാടം തള്ളി തുറന്ന പ്രവർത്തകർ ചേംബർ വരെ എത്തി. മണിക്കൂറുകളോളം നീണ്ടുനിന്ന മുദ്രാവാക്യം വിളികൾക്ക് ശേഷം പോലീസ് പ്രവർത്തകരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. ശേഷം പ്രവർത്തകർ സ്വമേധയാ പുറത്തേക്കിറങ്ങി. സമരക്കാരെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി എത്തി. നേതൃത്വം പറയുന്നത് പോലെ പ്രവർത്തിക്കുമെന്ന് പ്രതിഷേധക്കാർ. അവരെന്താ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുക. ഇവിടെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ പുറത്താക്കി. ഇവിടെ വിദ്യാർത്ഥി വിഷയങ്ങൾക്ക് വേണ്ടി സമരമെടുത്തുന്ന SFIക്കാരെ കൈകാര്യം ചെയ്തു. നിങ്ങൾ ഈ സർവകലാശാലക്കകത്ത് ഇരുന്നു പോകാം എന്നാണ് VCയും VCയുടെ രാജാവെന്ന് VC കരുതുന്ന ഗവർണറും വിചാരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട VCമാരെ, പ്രിയപ്പെട്ട ഗവർണർമാരെ, ഇത് കേരളമാണ്, ഓർത്തോളണം എന്ന് പറയാൻ SFI ആഗ്രഹിക്കാം. ചാൻസലറും വൈസ് ചാൻസലർമാരും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ നടത്തുന്ന പോരാട്ടം തുടരുമെന്ന് SFI പ്രതിഷേധങ്ങളിലും രജിസ്ട്രാർ വിഷയത്തിലുമടക്കമുള്ള ചാൻസലറുടെ അടുത്ത നീക്കം എന്താണെന്നതാണ് ഇനി ആകാംക്ഷ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.